ഹലോ വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് ശ്രീജ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് CPC എക്സാമിനെ കുറിച്ചാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണിത്. ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു കണ്ടൻറ്റാണ് CPC എക്സാം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓൾ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ്, ന്യൂ അപ്ലോഡ്സ് നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് CPC എക്സാം എന്ന് പറയുന്നത്? CPC സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡേഴ്സ് അല്ലേ, അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ് എക്സാം എന്ന് പറയുന്നത് അതിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ 150 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ 5 hour 40 minute ടൈമാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് പാസിംഗ് സ്കോറിനെ കുറിച്ചാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പാസിംഗ് സ്കോർ അല്ലെങ്കിൽ പെർസെൻറ്റേജ്. 70% ആണ് പാസിംഗ് സ്കോർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 150 ക്വസ്റ്റ്യൻസില്ലേ, അതിൽ 105 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, 45 ക്വസ്റ്റ്യൻസ് റോങ് ആയാൽ പോലും നമുക്ക് പാസ്സാകാൻ പറ്റും. അതാണ് പറയുന്നത് 105 ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുകയുള്ളൂ. 105 മാർക്കാണ് പാസിംഗ് സ്കോർ എന്ന് പറയുന്നത്, 70%. പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ആണ്. ഇപ്പോൾ എക്സാമിന് വേണ്ടി നമ്മൾ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 അറ്റംപ്റ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് എക്സാം എഴുതി ഇൻ കേസ് നമ്മൾ ഫെയിലായി പോയാൽ ഒരു അറ്റംപ്റ്റ് കൂടി നമുക്കുണ്ട് ആ ഫീയിൽ തന്നെ. ഓക്കെ, സോ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്ത് ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 അറ്റംപ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഈ CPC എക്സാം എന്ന് പറയുന്നത് MCQ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും 150 ക്വസ്റ്റ്യൻസും MCQ ആണ്. അപ്പോൾ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 hour 40 minute ആയിരിക്കും ഈ 150 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. പിന്നെ MCQ ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 2 അറ്റംപ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഫീക്ക് 2 അറ്റംപ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എക്സാമിന് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മളിപ്പോൾ MCQ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയറിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സർക്കിളിനകത്ത് കറക്റ്റായിട്ട് ബബിൾ ചെയ്യണം. ഇപ്പോൾ സ്ക്വയർ ബോക്സ് ആണെങ്കിൽ ആ ഒരു സ്ക്വയറിന് വെളിയിലേക്ക് പെൻസിൽ മാർക്ക് പോകാൻ പാടില്ല. അതേപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് അല്ലെങ്കിൽ ചെറിയ ഡോട്ട് പോലെ അല്ലെങ്കിൽ ലൈൻ പോലെ ഒന്നും മാർക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ ആ ഒരു സ്ക്വയർ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് ബബിൾ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിൽ 2 or 3 HB പെൻസിൽസ് ഉണ്ടായിരിക്കണം. അതേപോലെ എറേസർ, ഷാർപ്നർ ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണം. അല്ലാതെ ഒരു പെൻസിലും എറേസറുമായിട്ടും എക്സാമിന് ചെന്ന് കയറരുത്. ഓക്കെ, ബൈ ചാൻസ് പെൻസിലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ എടുക്കാൻ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എക്സാമിന് പോകുമ്പം മസ്റ്റായിട്ടും 3 പെൻസിലെങ്കിലും കയ്യിലുണ്ടാവണം, ഒരു എറേസർ, ഒരു ഷാർപ്നർ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിനെ സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് CPT ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് CPT. പിന്നെയുള്ളത് അനാറ്റമി ഒരു സെറ്റ്, മെഡിക്കൽ ടെർമിനോളജി ഒരു സെറ്റ്, ICD, ഹിപ്പിക്സ്, അങ്ങനെ. ഓക്കെ, എല്ലാ സെക്ഷൻസിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് ഓരോ മാർക്കും വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ഈ 150 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞതിൽ ഒരു 70 അല്ലെങ്കിൽ ഒരു 80% CPT ആണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം CPT എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സോ ഒരു 70 or 80% CPT ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിനകത്ത് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ ചാപ്റ്റേഴ്സും 10 ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും. ഓൾമോസ്റ്റ് 10 ആയിരിക്കും. ചില സെക്ഷൻസ് മാത്രമേ ഉള്ളൂ 7 അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ അനസ്തേഷ്യയൊക്കെ ചിലപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഹിപ്പിക്സും ചിലപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ് ഓൺ ദ ടൈം. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു CPT ആയിരിക്കുമെന്ന്. CPTയിൽ ചിലപ്പം ചാപ്റ്റർ വൈസ് തന്നെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻറ്റഗുമെൻ്ററി 10 ക്വസ്റ്റ്യൻസ്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇൻറ്റഗുമെൻ്ററി. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മസ്കുലോസ്കെൽറ്റൽ 10 മാർക്ക്, റെസ്പിറേറ്ററി 10 മാർക്ക്, പിന്നെ ഡൈജസ്റ്റീവ് 10 മാർക്ക്, യൂറിനറി 10 മാർക്ക്, പിന്നെ നെർവസ് സിസ്റ്റം 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ EANTM എന്ന് പറയുന്നതും അടുത്ത സെക്ഷനായിട്ട് വരും, 10 മാർക്ക്. അതുപോലെ ഈ പറഞ്ഞ അനസ്തീഷ്യ, അങ്ങനെ പിന്നെ വരുന്നത് അനാറ്റമി വരും. അനാറ്റമി 10-12 ആ ഒരു റേഞ്ച് ആയിരിക്കും ചിലപ്പം സ്കോർ വരുന്നത്. മെഡിക്കൽ ടെർമിനോളജി വരും, പിന്നെ ഹിപ്പിക്സ്, പിന്നെ ICD ക്വസ്റ്റ്യൻസ്. ICD ക്വസ്റ്റ്യൻസിൽ പ്യുവർലി ICD കോഡ്സ് മാത്രമായിരിക്കും, ഡയഗ്നോസിസ് കോഡ്സ് മാത്രമായിരിക്കും. പക്ഷേ ഈ CPT കോഡ്സ് ക്വസ്റ്റ്യൻസിനകത്ത് ICDയും ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഡയഗ്നോസിസും അതിലുണ്ടാവും, പക്ഷെ നമ്മൾ CPT കോഡ്സിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ICD സെക്ഷനകത്ത് ICD പ്യുവർലി ICD കോഡ്സ് മാത്രമായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ICD കഴിഞ്ഞ് പിന്നെ വരുന്നത് പ്രാക്ടീസ് മാനേജ്മെൻ്റ് ആണ്. ലൈക്ക് മെഡിക്കെയർ, മെഡിക്കെയ്ഡ് സർവീസസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത്രയുമാണ് ടോട്ടലി വരുന്ന CPC എക്സാം ക്വസ്റ്റ്യൻ സെക്ഷൻസ് എന്ന് പറയുന്നത്. ടോട്ടലി ഈ ഒരു സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ CPT, EANTM, അനാറ്റമി, മെഡിക്കൽ ടെർമിനോളജി, ICD, ഹിപ്പിക്സ്, പ്രാക്ടീസ് മാനേജ്മെൻറ്റ്, ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത്രയും കവർ ചെയ്യാൻ 5 hours 40 minutes ആണ്. സോ നമുക്ക് ഇനഫ് ടൈം ഉണ്ട്, പക്ഷേ ഇനഫ് ടൈം ഉണ്ടെന്ന് കരുതി നമ്മൾ ലാഗ് ചെയ്തിരിക്കരുത്. സോ 5 hours 40 minutes എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2 minutes ആണ് ഒരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് 2 minutes ആണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈസി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോവുക. സിമ്പിളായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, അല്ലേ? എന്ത് വലിയ ക്വസ്റ്റ്യനാണ്, ഇതെങ്ങനെ വായിച്ച് തീർത്ത് മനസ്സിലാക്കി എടുക്കും എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈം വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഇരുന്ന് വായിച്ച് ചെയ്യുക. ഓക്കെ, ഞാൻ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളത് ഫോളോ ചെയ്യുക, കാരണം എൻ്റെ എക്സ്പീരിയൻസ് തൊട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയാൽ അത് ലീവ് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ടൈം ഇല്ല എന്നുള്ളത്. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ടോട്ടൽ നമുക്കറിയാം 5 hours 40 minutes ആണ് ടോട്ടൽ ടൈം 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഒരു ക്വസ്റ്റ്യൻ 2 minutes എടുക്കാൻ പാടുള്ളൂ എന്ന് നമുക്കറിയാം, അല്ലേ? സോ ആ 5 hours 40 minutes പകുതി ഒരു 2 hours 30 minutes ആക്കി എടുക്കുക. ഓക്കെ, 2 hours 30 minutes കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് പകുതിയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ബിക്കോസ് നമുക്ക് അറിയാം ടോട്ടൽ 5 hours 40 minutes ആണുള്ളത്. അതിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ പകുതിയും ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അത് ആ ഒരു ടൈമിൽ നമുക്ക് അത്രയും, ഇപ്പം എക്സാം തുടങ്ങിയിട്ട് 2-2.5 മണിക്കൂറായി, അല്ലെങ്കിൽ 2-2.25 മണിക്കൂറായി എക്സാം തുടങ്ങിയിട്ട്, ഇതുവരെ ഒരു 70 ക്വസ്റ്റ്യൻസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 75 ക്വസ്റ്റ്യൻസ് എങ്കിലും ആ ഒരു പകുതി ടൈം കൊണ്ട് നമ്മൾ കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു 70 ക്വസ്റ്റ്യൻസ് പോലും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ക്വസ്റ്റ്യന് 2 minute ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ച് എടുക്കാൻ തന്നെ 2 minute എടുക്കും, പിന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ അഗെയിൻ 2 minute, പിന്നെ ഓപ്ഷൻസ് ഒക്കെ നോക്കിയെടുക്കാൻ 2 minute, അങ്ങനെ ഒരു 10 minutes ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിന് പോകാം. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസിനാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്തോണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസിൽ പെട്ടുപോകാതിരിക്കുക. ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൊണ്ട് ഞാൻ കുറേ നേരമായിട്ടുള്ളൂ ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്, സമയം പോവുകയാണ് എന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും. അപ്പം തന്നെ അത് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക.
ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് സിമ്പിളെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കി ഓപ്ഷൻസ് നോക്കി കറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എക്സാം ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് നമ്മൾ ആ ഹാളിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പം അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അതേപോലെ നമ്മളത് ഫോളോ ചെയ്യണം. ഓക്കെ, നമ്മൾ എക്സാം ഹാളിൽ കയറിക്കഴിഞ്ഞ് നമുക്ക് ബുക്ക്ലെറ്റ് കിട്ടും, OMR ഷീറ്റ് കിട്ടും. അപ്പോൾ ആ ബുക്ക്ലെറ്റിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില സെക്ഷൻസ് അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അവർ പറയുന്നത് കെയർഫുള്ളായിട്ട് കേൾക്കുക, അത് അതുപോലെ തന്നെ മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് പോവുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഉള്ളത് എക്സാമിന് പോരുന്നതിൻ്റെ അന്ന് കുറച്ച് നേരത്തെ എണീറ്റ് നേരത്തെ എക്സാം സെൻറ്ററിൽ നേരത്തെ റീച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളത് തലേദിവസം നന്നായിട്ട് കിടന്നുറങ്ങുക. ടെൻഷൻ അടിച്ച് തലേദിവസം ഇരുന്ന് ഒരുപാട് പഠിച്ചതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ തലേദിവസം എന്ന് പറയുന്നത് ഫ്രീ ആക്കി വിടുക. ഓക്കെ, നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇത്രയും എമൗണ്ട് പേ ചെയ്ത് നമ്മൾ എഴുതുന്ന ഒരു എക്സാമാണ്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, ഒരു തലവേദനയോ ഒരു കാര്യങ്ങളും നമ്മളെ അലട്ടാൻ പാടില്ല. അപ്പം തലേദിവസം അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായി ഉറങ്ങുക, നന്നായി ഫുഡ് കഴിക്കുക. പിന്നെ ഈ ഒരു എക്സാമിനോട് അടുപ്പിച്ചൊരു 5 days അറ്റ്ലീസ്റ്റ് മിനിമം 5 days നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതാണ് എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മുടെ പ്രിപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ നമ്മുടെ പ്രിപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ടൈം മാനേജ്മെൻറ്റിലൂടെ. കാരണം നമുക്ക് എത്ര ടൈമാണോ മെയിൻ എക്സാമിന് നമുക്ക് ഏത് ടൈമിൽ ഒരു ക്വസ്റ്റ്യന് 2 minute എടുക്കാൻ പാടുള്ളൂ. ആ ഒരു ടൈം ലിമിറ്റ് വെച്ച് തന്നെ നമ്മൾ എക്സാമിനോട് അടുപ്പിച്ച് 5 ദിവസം പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴും അത് ഫോളോ ചെയ്ത് പോവുക. ഒരു ക്വസ്റ്റ്യൻ 2 minute കൂടുതൽ എടുക്കാതിരിക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തൊട്ടാണ് പറയുന്നത്, നിങ്ങളിത് ഫോളോ ചെയ്ത് പോവുക. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തു, എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എക്സാം ഹാളിൽ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് പെൻസിൽ, എറേസർ, ഷാർപ്നർ, പിന്നെ ID പ്രൂഫ്, ഹാൾ ടിക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഫുഡ് അവിടെ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും, ഫുഡ്, വാട്ടറൊക്കെ. അപ്പോൾ നമുക്ക് നമ്മൾക്ക് ചോക്ലേറ്റ്സ് എടുക്കുന്നത് നന്നായിരിക്കും. സോ ഇത്രയുമാണ് CPC എക്സാം എന്ന് പറഞ്ഞാൽ ഓവറോൾ അറിയേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ CPC എക്സാം ഈസി ആയിട്ട് പാസ്സാവാനുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓൾറെഡി ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാമിന് പോകുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നന്നായി എക്സാമിൻ്റെ തലേദിവസം നന്നായി കിടന്നുറങ്ങുക, ഒട്ടും ടെൻഷൻ അടിക്കാതെ. ഓക്കെ, നന്നായി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതേപോലെ എക്സാമിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് റിവിഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. ICD ഗൈഡ് ലൈൻസ്, എല്ലാ ഗൈഡ് ലൈൻസും കവർ ചെയ്ത് റിവിഷൻ ക്ലാസ് ഉണ്ട്. CPTയും അതുപോലെ എല്ലാ ഗൈഡ് ലൈൻസും വിത്ത് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് വെച്ചാണ് റിവിഷൻ ക്ലാസ് നടക്കുന്നത്. അപ്പം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളുക. ഞാൻ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ. അതുപോലെ പ്രിപ്പറേഷൻ 5 days പ്രിപ്പറേഷനും നടക്കുന്നുണ്ട്. സോ അത് എക്സാമിൻ്റെ ഡേറ്റ് അനുസരിച്ചാണ് പ്രിപ്പറേഷൻ അറേഞ്ച് ചെയ്യുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് എന്താണോ അതിന് തൊട്ട് മുന്നിലുള്ള 5 ദിവസങ്ങളാണ് പ്രിപ്പറേഷന് വേണ്ടി എടുക്കുന്നത്. സോ പ്രിപ്പറേഷൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, ഈ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. Thanks for watching my video. If you like this, please click the subscribe button and share to your friends also.